നിങ്ങൾ നിസ്സാരമെന്ന് കരുതുന്ന വിഷയം പോലും ദൈവത്തിൻ്റെ തിരുസേന നിസ്സാരമെന്നോ സീരിയസ് ഒന്നോ ഇല്ല. എല്ലാത്തിനും അതിൻ്റെ ഒരേ റേഞ്ചാണ്. ഞാൻ ഇന്നുവരെ കണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. അപ്പം അതുകൊണ്ട് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഇതാണ്, ഈ വിഷയം ദൈവം ശ്രദ്ധിക്കുന്നു, ദൈവം നോക്കുന്നു, ദൈവത്തിന് ഇതിനൊരു ഉത്തരമുണ്ട്. കാരണം ഞാനിതുകൊണ്ട് നിങ്ങൾ 8 നടപടിയുടെ പ്രമാണം മേടിച്ച് മുട്ടയിൽ നിന്ന് കൊണ്ടുവന്ന് മാതാവിൻ്റെ അടുത്ത് നിൽക്കണത്, പ്രത്യക്ഷപ്പെട്ട ഇടത്ത് നിന്ന് പ്രാർത്ഥിക്കണത്, എനിക്കറിയാം ദൈവത്തിനൊരു ഉത്തരം ഈ വിഷയത്തിലുണ്ടെന്ന്. നിങ്ങൾക്ക് നോക്കുമ്പോൾ ഒരു പിടി കിട്ടില്ല, ഞാൻ ഇനി എന്ത് ചെയ്യാനെന്ന് അറിയാൻ പാടില്ലെന്ന് നിങ്ങൾ പറയണം. ദാറ്റ്സ് ഓക്കെ. പക്ഷേ ഇതിനെക്കുറിച്ച് കൃത്യമായ ഉത്തരം ദൈവതിരുസന്നിധിയിലുണ്ട്. ചില സമയത്ത് ഞാൻ തിരിച്ചതിന് പറയും, ഇത് പോവും കേട്ടാ, പക്ഷേ നീ വെയിറ്റ് ചെയ്യണം, നിന്നെ കുഞ്ഞുങ്ങളെ ഇതിനേക്കാൾ നല്ല ഭവനത്തിൽ കർത്താവ് പൊറപ്പിക്കും. അത് മാതാവ് സാക്ഷി എന്ന് പറയും. അതെന്താ കാര്യം? അത് നമുക്കവിടെ അമ്മയുടെ അടുത്ത് വെക്കുമ്പോൾ തന്നെ നമുക്ക് കിട്ടുന്നൊരു സൈനുണ്ട്. ആ സൈൻ വെച്ച് ഞാൻ ആൾക്കോട്, പക്ഷേ എനിക്ക് എപ്പോഴും ഉള്ള ഒരു സങ്കടമുണ്ട്. കാര്യം ഞാനിത് പറയണത് അത്യാഘാതത്തോടെ പറയണത്, പക്ഷേ ഇവരിത് കേൾക്കണത് ഡെഡ് ബോഡി പോലെ കേൾക്കണത്. അതാണ് പ്രശ്നം. ചില ആൾക്കാർക്ക് ഉടമ്പടി എടുക്കാൻ അർഹതയില്ല. ഉടമ്പടി എടുക്കണമെങ്കിൽ ഒരു മിനിമം ദൈവസ്നേഹം വേണം, മിനിമം വിശ്വാസം വേണം, ഇതിനൊക്കെ വലിയൊരു സഹായം നിങ്ങൾക്ക് വേണം. അത് സാധാരണ മനുഷ്യർക്ക് ഉണ്ടാകാറില്ല. വിശ്വസ്തത എന്ന് പറയും. പ്രാർത്ഥിക്കുക, കർത്താവായ ദൈവമേ, ദൈവസ്നേഹത്തെ പോലെ തന്നെ വിശ്വാസത്തെ പോലെ തന്നെ വിശ്വസ്തതയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. വിശ്വസ്തതയാൽ എന്നെ അഭിഷേകം ചെയ്യണമേ. കാര്യം ദൈവം വിശ്വസ്തനായിരിക്കും. പക്ഷേ നമ്മളും വിശ്വസ്തരാണെങ്കിലേ ദൈവം എങ്ങനെയെങ്കിലും ഈ വിഷയത്തിന് തീർപ്പ് കൽപ്പിക്കും. ഇതാണ് ഉടമ്പടി പെട്ടെന്ന് നടക്കാനുള്ള കാര്യം. എൻ്റെ മക്കൾ അച്ഛൻ പറഞ്ഞത് കേൾക്കണം, ദൈവവാക്യം പോലെ കേൾക്കണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വെളിപാടിൻ്റെ സമയമാണ്. അതായത് നിങ്ങൾ അനുഭവിക്കുന്നൊരു പ്രശ്നം ചിലപ്പോൾ കേസാകാം, ചിലപ്പോൾ സാക്ഷികൾ ചിലപ്പോൾ നിങ്ങൾക്ക് എതിരായിരിക്കാം, ചിലപ്പോൾ കള്ളസാക്ഷികളായിരിക്കാം, ചിലപ്പോൾ നിങ്ങളുടെ വക്കീൽ കൂറുമാറി മറുപക്ഷം ചേർന്ന് വരാം. ഇങ്ങനെയൊക്കെ വന്നാലും വിശ്വാസി പതറത്തില്ല. എന്താ കാര്യം? എൻ്റെ വക്കീൽ എൻ്റെ മാതാവാണെന്ന് പറയും. അതാണ്. അല്ലാത്തൊരു അയ്യോ വക്കീൽ കാര്യം മാറുമോ, അതിന് ആൾക്കാർ നമുക്ക് പൈസ ഇല്ല, അവർക്ക് പൈസ ഉണ്ട്, അത് കാരണം അവർ പൈസ എറിയും, അത് ആരെയും കയറി വലവീശി പിടിക്കും. അപ്പം അങ്ങനെ വരുമ്പോൾ വക്കീലിനെ സംബന്ധിച്ചിടത്തോളം പ്രൊഫഷൻ എത്തിസിനേക്കാൾ ഉപരി അവരുടെ പ്രൊഫഷൻ്റെ പ്രോബ്ലം ആയതുകൊണ്ട് അവരെന്ത് കോംപ്രമൈസിനും, ഒരു ബ്ലാക്ക് കോംപ്രമൈസിനൊക്കെ അവർ തയ്യാറാകും. എല്ലാ വക്കീൽമാരും അല്ല, ചില വക്കീൽമാരുടെ കാര്യമാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. വക്കീൽമാരുടെ ഉണ്ടെങ്കിൽ എന്നെ തെറ്റിദ്ധരിക്കൊന്നും വേണ്ട. ഞാൻ ഉദ്ദേശിച്ചത് ഇതാണ്, ചില വക്കീൽമാർ, കാര്യം ഞാൻ ഈ കോടതിയും കേസൊക്കെ കുറേ നടക്കണമാണ്, ഇപ്പോഴും ഉണ്ട് കോടതി കേസൊക്കെ. ആർക്കും വേണ്ടിയല്ല, ജനത്തിന് വേണ്ടി ചെയ്ത കാര്യങ്ങളല്ല, ഞാൻ പോയി എന്തെങ്കിലും കയ്യാങ്ങൾ കാണിച്ചിട്ടല്ല, ജനത്തിന് വേണ്ടിയുള്ള ഫൈറ്റിങ്ങാണ്, അവകാശ പോരാട്ടം. അത് വേറൊരു വിഷയം. ഇപ്പം ഞാൻ പറഞ്ഞു വരുന്നത് ഇതാണ് മക്കളെ, നിങ്ങൾ നടക്കേണ്ട വഴി നിൻ്റെ മുഖത്ത് നോക്കി ഞാൻ നിന്നെ ഉപദേശിക്കുമെന്ന് പറയുമ്പോൾ അതിൻ്റെ അർത്ഥം എന്താ? ദൈവത്തിന് നീ ഈ വിഷയത്തിൽ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാവുന്നതാണ്. ഇപ്പം നീ കടയിൽ നിൻ്റെ കട, എന്നിട്ട് നിനക്ക് പൈസ ഇല്ല വന്നപ്പോൾ നിൻ്റെ വീട് നീ ജാമ്യം മേടിച്ച്, അല്ലെങ്കിൽ നിങ്ങൾ ഒരു ലോൺ എടുത്തപ്പോൾ അയാൾ പറഞ്ഞ് ഞങ്ങളുടെ കമ്പനിക്ക് അങ്ങനെ ലോൺ കൊടുത്ത് പരിചയമില്ല, ഞങ്ങൾക്ക് നിങ്ങളുടെ ഡോക്യുമെൻ്റ് തീരെഴുതി തരണം. എന്നിട്ട് നിങ്ങളുടെ കടം തീരുമ്പോൾ നിങ്ങൾ വാങ്ങിച്ചുകൊണ്ട് പോകും. കടം തീർത്തില്ലെങ്കിൽ ഇത് ഞങ്ങൾ ഉപയോഗിക്കും. അങ്ങനെ നിവൃത്തിയില്ലാതെ എത്രയോ പേരാണ് വീട് തീരെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ വീട് തീരെ കൊടുത്ത ആൾക്കാർ, കടക്കാർക്ക്, മണി ലെൻഡേഴ്സിന് വീട് തീരെ കൊടുത്ത ആൾക്കാർ, അപ്പോൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ, നിങ്ങൾക്ക് ചിന്തിക്കുന്നുണ്ടോ നിങ്ങൾക്ക് ഇതിന് മറുപടിയൊന്നുമില്ലെന്ന്? ഇതിന് മറുപടിയുണ്ട്. കാര്യം എന്താണ്? നീ വന്നിരിക്കുന്നത് ദൈവത്തിൻ്റെ തിരുസന്നിധിയിലാണ്. ലോകത്തിലുള്ള മറുപടി ചിലപ്പോൾ നിനക്ക് ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷേ എങ്കിലും അമ്മ മാതാവ് ശാശ്വതമായ ഒരു സെക്യൂറായിട്ടുള്ള ഒരു മറുപടിയാണ് നിനക്ക് തരാൻ പോണത്. അത് അമ്മയുടെ കയ്യിലുണ്ട്. അല്ലെങ്കിൽ അമ്മയ്ക്ക് വേണമെങ്കിൽ മാനുഷികമായ ഒരു മാർഗ്ഗം ഈ കാനായിലെ കല്യാണത്തിൽ ഉപയോഗിക്കാമായിരുന്നു. അവർക്ക് വീഞ്ഞ് തീർന്നു പോയെന്ന് പറയുമ്പോൾ തീർച്ചയായിട്ടും അമ്മ പറയും അപ്പുറത്തെ വീട്ടിൽ പോയി വായ്പ വാങ്ങിക്കാൻ പറയും. ചാപ്റ്റർ അവിടെ ക്ലോസ് ചെയ്യും. അവിടെ ആ വീടിന് അവിടെ വായ്പ അവിടെ ആ വീട്ടിൽ വീഞ്ഞില്ലെന്ന് പറഞ്ഞാൽ അവിടെ തിരിച്ചു വരുമ്പോൾ പറയും കടയിൽ പോയി കാശ് കൊടുത്തിട്ട് കടയിൽ പോയി വാങ്ങിക്കാൻ പറയും. ആ വിഷയം അങ്ങനെ ക്ലോസ് ചെയ്യാവുന്നേ ഉള്ളൂ. പക്ഷേ അമ്മ അങ്ങനെ ക്ലോസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നില്ല. അമ്മ ഇതെല്ലാം യേശുക്രിസ്തുവിനെ കക്ഷിയാക്കിക്കൊണ്ടാണ് നിൻ്റെ ജീവിതത്തിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ ഉദ്ദേശിക്കുന്നത് കൊണ്ടാണ് നിന്നെ ഉടമ്പടിക്ക് തന്നെ കൊണ്ടുവന്നിരിക്കുന്നത്. കൈയടിച്ച് കർത്താവിനെ ഹല്ലേലൂയ.
പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് ഞാനിരിക്കുന്നത് ഏറ്റു പറയുക, ഞാനിരിക്കുന്നത് എഴുന്നേൽക്കുന്നത് അവിടുന്ന് അറിയുന്നു. എന്റെ വിചാരങ്ങൾ അവിടുന്ന് അകലെ നിന്ന് മനസ്സിലാക്കുന്നു. അതായത് എത്ര കാലങ്ങൾ ഇങ്ങനെ മാറിയാലും ഇതിനൊന്നും മാറ്റമില്ല. നിന്റെ വിചാരങ്ങൾ അകലെ നിന്ന് അവിടുന്ന് മനസ്സിലാക്കുക. അതായത് റിബി ജോസഫ് ടീച്ചർ അവർ ആലപ്പുഴയ്ക്ക് മൂവ് ചെയ്യുമ്പോൾ തന്നെ നിൻ്റെ വിചാരങ്ങൾ അകലെ നിന്ന് അവൻ മനസ്സിലാക്കി. ഇവർക്ക് ഉടനെ ഒരു ഫോൺ വരും. ഞാൻ ഈ സാക്ഷ്യത്തെ ധ്യാനിക്കുകയാണ്, 119:27 അനുസരിച്ചുകൊണ്ട് ധ്യാനിക്കുകയാണ്. സാക്ഷ്യത്തെ അവിടുത്തെ അത്ഭുതങ്ങളെ നീ ധ്യാനിക്കണം. അവർ ഫോൺ വരുമ്പോൾ എന്താ ഒരു കൂട്ടുകാരത്തെ വിളിക്കുകയാണ്, എടി ഇന്ന സ്കൂളിൽ ടീച്ചർ പോസ്റ്റിൻ്റെ കോൾ ഫോർ ചെയ്തിട്ടുണ്ടെന്ന് പറയും. അതാണ് ഒരു അറിവ്. ഇന്ന സ്കൂളിൽ ടീച്ചർ പോസ്റ്റിന് അവർ അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട്. ഇവർക്കറിയത്തില്ല, ഇവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. ഇങ്ങനെ എവിടെയെല്ലാം എന്തെല്ലാം തരത്തിൽ ആൾക്കാരെ ജോലിക്ക് വേണ്ടി കോൾ ഫോർ ചെയ്യുന്നു. നിങ്ങളുടെ ജോലി എത്രയോ സ്ഥലങ്ങളിൽ ഉദിച്ചസ്തമിച്ച് പോകുന്നു. യു ആർ നോട്ട് നോയിങ് ഇറ്റ്, നിങ്ങൾ അറിയുന്നില്ല. ഇപ്പം നേഴ്സുമാരെ ജോലി തന്നെ ചിലപ്പോൾ ഗവൺമെൻറ് വിളിക്കും. ചില നേഴ്സുമാർ വന്നിട്ട് പറയും, അച്ഛാ കഴിഞ്ഞ ആഴ്ച ഗവൺമെൻറ് PSC നേഴ്സിങ്ങിന് വിളിച്ചായിരുന്നു, ഞാൻ കണ്ടില്ലെന്ന് പറയും. ഇതാണ് പ്രശ്നം. അപ്പോൾ അതുകൊണ്ടാണ് അവർ ഉടമ്പടി ചെയ്യണത്. ഉടമ്പടി ചെയ്യുമ്പോൾ നമ്മുടെ സാധ്യതകളെ ദൈവം സംരക്ഷണത്തിൻ്റെ വരയിൽ കൊണ്ടുവരും. അത് മനസ്സിലായില്ലേ? ഉടമ്പടി ചെയ്യുമ്പോൾ എന്താ പറയുക, ഞാൻ ഇരിക്കുന്നത് എഴുന്നേൽക്കുന്നത് അവിടുന്ന് അറിയുന്നു. എൻ്റെ വിചാരങ്ങൾ അവിടുന്ന് അകലിൽ നിന്ന് മനസ്സിലാക്കുന്നു. അതായത് ഉടമ്പടി ചെയ്യുമ്പോൾ ഇപ്പോൾ ടീച്ചറിന് സംഭവിച്ചത് എന്താണ്? ടീച്ചറിന് ഒരു ഇൻറ്റിമേഷൻ കൊടുത്തു, ഇന്ന സ്കൂളിൽ കോൾ ഫോർ ചെയ്തിട്ടുണ്ടെന്ന് പറയും. അപ്പോൾ ടീച്ചറിൻ്റെ മനസ്സുറനെ വാടും. എന്താ കാര്യം? അതൊന്നും എനിക്ക് കിട്ടാൻ പോണില്ല എന്ന് അവർ പറയും. എന്താ കിട്ടാത്തതിൻ്റെ കാരണം എന്താ? ഇപ്പോഴത്തെ പിള്ളേർ ഭയങ്കര സ്മാർട്ടാണ്. ഇവർ 17 കൊല്ലമായില്ലേ പഠിച്ചിറങ്ങിയിട്ട്. ഇപ്പോഴത്തെ പിള്ളേർക്ക് പോയി ഫൈറ്റ് ചെയ്യാനൊന്നും പറ്റത്തില്ല. അപ്പോൾ അവരുടെ കിട്ടത്തില്ല. ഇവിടെ എല്ലാം ഒരു മെറിറ്റിൻ്റെ പ്രശ്നമുണ്ട്. അവർക്ക് അതിനുള്ള മെറിറ്റില്ലെന്നാണ് പറയണത്. കാരണം ഞാൻ പണ്ട് പഠിച്ചതല്ലേ, എൻ്റെ പഴയ സിലബസാണ്. ഇപ്പോഴത്തെ പിള്ളേരുമായിട്ട് പഠിച്ചാൽ നമുക്ക് അവരെ അടിച്ചു മാറ്റും ജോലി. അവർക്ക് കലിബറുണ്ട്, അത് മെറിറ്റ് എന്നാണ്. പക്ഷേ ഉടമ്പടിയുടെ ഒരു പ്രോബ്ലം, ദൈവത്തിന് ഈ വിഷയം പണ്ടേ അറിയാം. മെറിറ്റിൻ്റെ പ്രോബ്ലം നമ്മൾ അനുഭവിക്കുന്ന ഒരു സ്വത്വപ്രതിസന്ധിയാണെന്നറിയാം. പ്രായം ആൾക്കാരുടെ സ്വത്വപ്രതിസന്ധിയാണ് മെറിറ്റ് പ്രോബ്ലം. എല്ലാവർക്കും ഉണ്ട് ഈ പ്രശ്നം. കല്യാണം താമസിക്കുന്നത് എന്തുകൊണ്ടാണ്? കല്യാണം താമസിക്കുന്നത് ചിലപ്പോൾ കെട്ടിച്ചു വിടാൻ പണമില്ലാത്തത് കൊണ്ടാണ്, മെറിറ്റ് ഇല്ലാത്തത് കൊണ്ടാണ്. അപ്പോൾ ഇങ്ങനെ ഓരോ കാര്യങ്ങൾക്കും മെറിറ്റിലാണ് ഇത് വർക്ക് ചെയ്യണത്. അപ്പോൾ ദൈവത്തിൻ്റെ മക്കൾ മെറിറ്റുള്ളവരും മെറിറ്റ് ഇല്ലാത്തവരും ഒക്കെ ഉണ്ടാകാം. യോഗ്യത ഉള്ളവരും യോഗ്യത ഇല്ലാത്തവരും ഉണ്ടാകാം. ചിലപ്പോൾ മനുഷ്യന്മാർ യോഗ്യത കളഞ്ഞവരുണ്ടാകാം, ചിലപ്പോൾ സ്വാഭാവികമായ യോഗ്യത പോയവരുണ്ടാകാം. ഇവർക്ക് ജീവിക്കണ്ടേ ഇവിടെ? അതിന് ദൈവത്തിൻ്റെ പദ്ധതി എന്താ? ഒരു ഉദാഹരണം, ചേട്ടനും അനുജനും അവർ കുഴപ്പമൊന്നുമില്ല. അവർ തറവാട്ടിൽ നിന്ന് മാറിയപ്പോൾ 50-50 കിട്ടിയ ആൾക്കാരാണ്. ചേട്ടനും അനുജനും തറവാട്ടിൽ നിന്ന് ഭാഗവുടമ്പടി ചെയ്ത് മാറിയപ്പോൾ അപ്പൻ അവർക്ക് പകുതി കൊടുത്തതാണ്. പക്ഷേ 10-15 കൊല്ലം കഴിയുമ്പോൾ ചേട്ടൻ പാപ്പരുമായി അനിയൻ ഉയർന്നു വന്നത് എന്തുകൊണ്ടാണ്? ചേട്ടന് 3 പെൺമക്കളാണ്. അതിൻ്റെ അകത്ത് 2 പേര് അത്രയും പഠിക്കുന്ന ആൾക്കാരല്ല. അതാണ് വിഷയം. അനുജന് ആ മക്കളാണ്. അവൻ പഠിച്ചില്ലെങ്കിലും കുറച്ച് പഠിച്ചിട്ട് കല്യാണം കഴിച്ച് പോകും. അതിന് വലിയ നഷ്ടമൊന്നുമില്ല. ഒരു 10-20 കൊല്ലം കഴിയുമ്പോൾ ഈ പെമ്മക്കുള്ള കുടുംബത്തിൽ അവർ പഠിച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് തറവാട് ക്ഷയിക്കാൻ സാധ്യതയുണ്ട്. ആരുണ്ടാക്കിയതാണിത്? ആരും ഉണ്ടാക്കിയതല്ല, ആ കുഞ്ഞുങ്ങൾ പഠിക്കാതെ നിന്ന് വന്നതാണ് അതിൻ്റെ വിഷയം. അപ്പോൾ എന്താ വിഷയം എന്ന് വെച്ചാൽ, ഇപ്പോൾ നോക്കിയേ, ഈക്വലായിട്ട് കൊടുത്തതാണ്. ഈക്വലായിട്ട് കൊടുത്തെങ്കിലും ജീവിതത്തിൻ്റെ പ്രത്യേക സാഹചര്യം കൊണ്ട് ചില ആൾക്കാരെ പുറകിലായി പോകും. ഈ പുറകിലായിപ്പോയ ആൾക്കാർക്ക് എന്നും പുറകിൽ കിടന്നാൽ മതിയോ? ഏതെങ്കിലും ഒരു കാരണം കൊണ്ടായിരിക്കും ചിലപ്പോൾ അവർ പുറകിലായി പോയത്. ചിലപ്പോൾ അപ്പന് അസുഖം വന്നപ്പോൾ മൂത്തവൾ പഠിക്കാതെ വീട്ടിൽ നിന്ന് അപ്പനെ നോക്കിക്കാണും. അതായിരിക്കും സംഭവം. അപ്പന് അസുഖമായി പോയില്ലേ? അവന് 45 വയസ്സായപ്പോൾ അപ്പന് അസുഖമായി. അപ്പോൾ മൂത്തവൾ അപ്പനെ നോക്കാൻ വീട്ടിൽ നിന്ന്.
അവൾക്ക് പഠിക്കാൻ ഒത്തില്ല. അപ്പോൾ അങ്ങനെ മാനുഷികമായ കാരണങ്ങളാൽ ചില ആൾക്കാർ പുറകിലായി പോകും. അപ്പോൾ പുറകിലായിപ്പോയി ആൾക്കാർ ഇതാണ് വിധിയെന്നും പറഞ്ഞ് ഇവിടെ തന്നെ കിടന്നാൽ ദൈവം അത് ഉദ്ദേശിക്കണില്ല. ദൈവം എന്താണ്, ഈ മെറിറ്റ് പോയി കഴിഞ്ഞാൽ പിന്നെ വർക്ക് ചെയ്യണത് എന്താ? ഗ്രേസാണ് വർക്ക് ചെയ്യണത്. പറഞ്ഞ മനസ്സിലായില്ലേ? മെറിറ്റ് വെച്ചാൽ യോഗ്യത. എൻ്റെ മക്കൾ യോഗ്യത പോയെന്ന് വിചാരിച്ചുകൊണ്ട് പുറകിൽ കിടക്കരുത്. ഇപ്പം നമ്മളെ ജ്ഞാനത്തിന് അത്, അതായത് നമ്മുടെ ഇടയ്ക്ക് പറയുന്നൊരു വചനമുണ്ടല്ലോ, കാലാപെറുക്കുന്നവരെ പോലെ. പ്രഭാഷകൻ 33:16-17. ഒന്ന് വായിച്ചോളൂ. ഒടുവിലാണ് ഞാൻ ഉണർന്നത്. നിങ്ങളൊന്ന് ഏറ്റു പ്രാർത്ഥിച്ച, ഒടുവിലാണ് ഞാൻ ഉണർന്നത്. ആ കേട്ടോ. കാലാപെറുക്കുന്നവനെ പോലെ ഞാൻ മുന്തിരിപ്പഴം ശേഖരിക്കുന്നവരുടെ പിന്നിലായി. എന്നാൽ കർത്താവിന്റെ അനുഗ്രഹം നിമിത്തം ഞാൻ മുൻപന്തിയിലെത്തി. മുന്തിരിപ്പഴം ശേഖരിക്കുന്നവനെ പോലെ ചക്കു നിറച്ചു. ഇതാണ് സംഭവം. അപ്പം ഒടുവിലാണ് ഉണർന്നത്, പുറകിലായി പോയെന്ന് വിചാരിച്ചുകൊണ്ട് നിങ്ങൾ ഇതെൻ്റെ വിധിയാണെന്ന് പറയരുത്. കാരണം കർത്താവിന് നിന്നെക്കുറിച്ച് പദ്ധതിയുണ്ട്. ഇതിനാണ് നിനക്ക് അനുഗ്രഹം വരേണ്ടത്. കർത്താവ് നിന്നെ അവിടെ നിന്ന് ഉയർത്തിക്കൊണ്ട് വരും. നീ കർത്താവിൽ ആശ്രയിക്കും. ഇതിനാണ് കവനൻ്റ് നോട്ട് ബൈ മെറിറ്റ് എന്ന് പറയണത്. എഫേസ്യസ് 2:8. നിന്റെ യോഗ്യതയാലല്ല, പറഞ്ഞേ, കർത്താവിൻ്റെ കൃപ കൊണ്ട്. ഈ ഒരു വിഷയത്തിൻ്റെ ബേസ്മെൻറ്റിലാണ് നമ്മൾ പ്രാർത്ഥിക്കുന്നത്. മനസ്സിലായില്ലേ? അതായത് ദൈവത്തെ, നിൻ്റെ സാഹചര്യം, നിൻ്റെ ശേഷി, നിൻ്റെ ശേമുഷിക്ക്, നിൻ്റെ മണി പവർ, നിൻ്റെ മസിൽ പവർ കൊണ്ടൊന്നും നേടാൻ പറ്റാത്ത ഒരു സാഹചര്യമായതുകൊണ്ട് അവിടെ ദൈവത്തിൻ്റെ ഇടപെടൽ സുനിശ്ചിതമാക്കുന്നൊരു സാഹചര്യമാണ്. അത് നീ പൂർണ്ണമായ മനസ്സോടും സർവ്വശക്തിയോടും കൂടിയാണ് നീ അതിൽ ദൈവത്തിൻ്റെ കരം പിടിക്കേണ്ടത്. ഈ ടീച്ചറിൻ്റെ പ്രശ്നം എന്താ? ഇവർ നേരെ ഇങ്ങോട്ട് എടുക്കുമ്പോൾ തന്നെ, ഇങ്ങോട്ട് പോരുമ്പോൾ തന്നെ അവർക്ക് ഫോൺ വരും. അപ്പോൾ അവിടെ മനസ്സിൽ വരണത്, ഞാൻ ഒത്തിരി ഏജ് ആയിപ്പോയല്ലോ, ഇനി കിട്ടുമോ എന്നൊക്കെയാണ് വിചാരിക്കുന്നത്. ഉടമ്പടി ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് പ്രത്യേക ധൈര്യം വരും. ഉടമ്പടി എന്ന് പറഞ്ഞ ഒരു ധൈര്യത്തിൻ്റെ പ്രാർത്ഥനയാണ്. അതെന്തുകൊണ്ടാണെന്ന് കൂടി നിങ്ങൾ മനസ്സിലാക്കണം. ആൾക്കാരെല്ലാം ധൈര്യമില്ലാന്നല്ലേ ഇവിടെ വരണത്. ഉടമ്പടി എടുക്കുമ്പോൾ നമുക്ക് എക്സ്ട്രാ ധൈര്യം വരും. കഴിഞ്ഞ ദിവസങ്ങളിൽ അന്നമ്മ എബ്രാഹാം എന്ന് പറഞ്ഞ് എടത്വ എന്നൊരു സാക്ഷ്യം ഉണ്ടായി. അന്നമ്മ എബ്രാഹാം എടത്വ. അവരുടെ പ്രശ്നം വെച്ചാൽ അവർ ഉടമ്പടി നേരത്തെ എടുത്തതാണ്. എന്തിനെടുത്തതാണ്? മകളുടെ എന്തോ വിഷയത്തിനും മാരത്താമസം എന്തോ കാര്യത്തിനു വേണ്ടി ഉടമ്പടി എടുത്തതാണ്. പക്ഷേ ഇവർക്കൊരു കുറച്ച് കഴിഞ്ഞപ്പോൾ ഇവർക്ക് ശരീരത്തിൽ ഒരു മുഴ പ്രത്യക്ഷപ്പെട്ട് ഇവർ ഹരിപ്പാട് കൊണ്ടുപോയി ഡോക്ടറിനെ കാണിച്ച് അതിൻ്റെ ബയോപ്സി എടുപ്പിച്ച്. ബയോപ്സി എടുത്തപ്പോൾ എൻ്റെ റിസൾട്ട് വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ക്യാൻസറാണെന്ന് പറഞ്ഞു. ഉടനെ മക്കൾ നിലവിളിച്ച്. ഇവർ നിലവിളിച്ചില്ല. ആ സാക്ഷ്യം കേൾക്കാൻ നിരാശമാണ്. എന്താ കാര്യം? ഇവർ പറഞ്ഞ വാക്ക് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്ക് പേടിയൊന്നുമില്ല, ഞാൻ ഉടമ്പടി എടുത്തതാണ്, എൻ്റെ അമ്മ എന്നെ സംരക്ഷിക്കും. ഇതാണ് സാധനം. അത് നിങ്ങൾ അന്നമയ പ്രാർത്ഥനയുടെ സാക്ഷ്യം കേൾക്കണം. അവർക്ക് ഒരു 10-55 വയസ്സുണ്ടെന്ന് തോന്നുന്നത്. പക്ഷെ അതിന് അവർ ക്യാൻസർ ട്രേസ് ഔട്ട് ചെയ്തിട്ട് ഡോക്ടർ ഡയഗ്നോസ് ചെയ്ത് കഴിയുമ്പോൾ ഈ വ്യക്തിയുടെ ഓട്ടോമാറ്റിക് എക്സ്പ്രഷൻസ് എന്താണ്? എന്നെ അമ്മ സംരക്ഷിച്ചോളൂ, എനിക്ക് കുഴപ്പമൊന്നുമില്ല, എനിക്ക് പേടിയില്ലെന്ന് പറയും. അവരുടെ ആദ്യം പറഞ്ഞ വാക്കതാണ്, ഞാൻ ഉടമ്പടി എടുത്താണെന്ന് പറയും. ഇതിനാണ് ധൈര്യം എന്ന് പറയുന്നത്. ഉടമ്പടി എടുക്കുമ്പോൾ നിങ്ങൾക്ക് ഈ ധൈര്യം, എല്ലാവർക്കും ഇത് കിട്ടേണ്ടതാണ്. ചില ആൾക്കാർക്ക് വിശ്വാസത്തിൻ്റെ അളവ് കുറയുന്ന കാരണം അത് അനുഭവവേദ്യമാകത്തില്ല. അതാണ് പ്രശ്നം. ഉടമ്പടിയിൽ പാക്കേജിൽ ഉള്ളതാണ് ഈ ധൈര്യം. കാര്യം ദൈവം ഉടമ്പടി ചെയ്യുമ്പോൾ ജോഷുവയോട് പറയണത് അതാണ്, ശക്തനും ധീരനുമായിരിക്കുക. ശക്തനും, ഇപ്പോൾ ജോഷുവ 1:9 എന്താ പറയണത്? ശക്തനും ധീരനുമായിരിക്കുക, ഞാൻ നിൻ്റെ കൂടെ വരും. അതാണ് സംഭവം. ഈ ധീരതയുടെ അടിസ്ഥാനം എന്താ? ഏത് ഓപ്പറേഷൻ തിയേറ്ററിലാണെങ്കിലും മാതാവ് വരുമെന്നുള്ളതാണ്. മനസ്സിലായില്ലേ? അതാണ് അതുപോലെ കൃത്യമായിട്ട് പാക്കേജ് നൽകുന്ന ഈ പ്രസൻസ് സെക്യൂർ ചെയ്യുന്ന ഒരു പ്രാർത്ഥന നമുക്ക് വേറെയില്ല പരിശുദ്ധ കുർബാന അല്ലാതെ. പരിശുദ്ധ കുർബാനയിൽ പക്ഷേ ദൈവത്തിൻ്റെ സാന്നിധ്യം എന്ന് പറയുന്നത് നമ്മളുടെ അജൽട്ടേഴ്സ് പാസ്സാക്കുക, വസ്തു വിൽപ്പന, മകളെ കെട്ടിക്കുക, ഇങ്ങനെയുള്ള സാധാരണ യൂസ് ആൻഡ് ത്രോ സബ്ജക്റ്റില്ലേ. 70 കൊല്ലം നമ്മൾ എന്ത് ചെയ്താലും ചെയ്തില്ലെങ്കിൽ 70 കൊല്ലം ആകുമ്പോൾ കയ്യിൽ നിന്ന് പോകില്ല. നീ ആരാണെന്ന് പറഞ്ഞാൽ, ഏറ്റവും വലിയ ആളാണെന്ന് പറഞ്ഞാലും ശരി, 70-75 കൊല്ലം ആകുമ്പോൾ ഈ സംഭവം കയ്യിൽ നിന്ന് പോകും. ഈ മനുഷ്യന്മാരുടെ എല്ലാ അവാർഡുകളും അംഗീകാരങ്ങളും നിങ്ങൾ എന്തെല്ലാം നേടി ആരെല്ലാമായിട്ടും ഈ ഭൂമിയിൽ ഒരു കഥയുമില്ലെന്നുള്ളതാണ് ഇതിൽ നിന്ന് കിട്ടുന്നത്. എന്താ കാര്യം? ഈ ഭാരതരത്നം കിട്ടിയിട്ട് പോലും
ആ മനുഷ്യന് അത് തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥ. ലോകത്തിന് നമുക്ക് തരാൻ കഴിയാവുന്നത് ഇത്രയൊക്കെ ഉള്ളൂ. ഇത് ബുദ്ധിയും ബോധമുള്ളവർ മനസ്സിലാക്കണം. ദൈവത്തെ വിറ്റിട്ട് നക്കാപ്പിച്ച കാര്യത്തിന് വേണ്ടി നിങ്ങൾ ജീവിതം പണയം വെച്ച് ആത്മാവിനെ നഷ്ടപ്പെടുത്തുമ്പോൾ ഇത് നമ്മൾ ഈശോ ചോദിച്ചില്ലേ, ലോകം മുഴുവൻ നേടിയാലും നിൻ്റെ ആത്മാവ് നഷ്ടപ്പെട്ടാൽ എന്ത് പ്രയോജനമാണ്? അതായത് ഓരോ കാര്യങ്ങളും നിങ്ങൾ ദൈവത്തിന് ഒന്നാം സ്ഥാനം കൊടുത്ത് അതിൻ്റെ ആ രീതിയിൽ കാര്യങ്ങളെ സമീപിച്ച് നിലപാടുകളെടുത്ത് നിത്യതയോളം ഉള്ള യാത്രയുണ്ടെന്നുള്ള ബോധത്തിൽ വേണം ഉടമ്പടി കാലത്ത് നമ്മൾ പ്രത്യേകിച്ച് പെരുമാറാൻ. അല്ലെങ്കിൽ വെച്ചാൽ വെറും മെറ്റീരിയലായിട്ട് ഈ വിഷയത്തെ കാണരുത്. മെറ്റീരിയലായിട്ട് ജോലി കിട്ടുക, കാശ് കിട്ടുക, വീട് വെക്കുക, അതിൻ്റെ അപ്പുറത്ത് അത് കഴിയുമ്പോൾ അടുത്ത ആവശ്യം കൊണ്ട് നിങ്ങൾ വരും, അത് കഴിയുമ്പോൾ അടുത്ത ആവശ്യം കൊണ്ട് വരും. പക്ഷേ എല്ലാത്തിനേക്കാൾ വലിയ ആവശ്യം എന്താണ്? ദൈവമാണ്. എല്ലാത്തിനേക്കാൾ വലിയ ആവശ്യം ദൈവമാണ്. അത് നിങ്ങൾക്ക് ഉടമ്പടിയുടെ സമയത്ത് നിങ്ങൾ പ്രാർത്ഥിച്ച് വാങ്ങിക്കേണ്ട ഒരു വരമാണ്. പ്രാർത്ഥിക്കുക, കർത്താവ് ദൈവമേ, എന്ത് അനുഗ്രഹം കിട്ടിയാലും ഏറ്റവും വലിയ അനുഗ്രഹമായി നിന്നെ നേടുവാൻ, നിന്നെ കരുതുവാൻ എനിക്ക് പ്രത്യേക അറിവും ബോധ്യവും നൽകണമേ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. ഞാൻ കൊല്ലത്തു നിന്നാണ്, കൊല്ലം ഡിസ്ട്രിക്റ്റിൽ നിന്ന് വന്നതാണ്. എൻ്റെ പേര് ബിന്ദു ക്ലീറ്റസ്. ഞാൻ കൊല്ലം ബെൻസ് ഹോസ്പിറ്റൽ സ്റ്റാഫാണ്. എൻ്റെ ഹസ്ബൻഡ് 2023 ജനുവരി 26 രാത്രി ഒരു ശ്വാസം മുട്ടുപോലെ വന്ന് ഞാൻ അടുത്ത ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി, ബെൻസുകളിൽ കൊണ്ടുപോയി. അവിടെ ചെന്നപ്പോഴത്തേക്ക് പുള്ളി അൺകോൺഷ്യസായി. പിന്നെ വെൻറ്റിലേറ്ററിലോട്ട് കയറ്റി. അവർ ഒന്നും ചെയ്യാനില്ല എന്ന് പറഞ്ഞു. ഡോക്ടർ അവിടെ ചെന്നപ്പോഴത്തേക്ക് മരിച്ചു എന്നാണ് പറഞ്ഞത്. പിന്നെ CPR കൊടുത്തു. ഞങ്ങളുടെ 2 ജൂനിയർ ഡോക്ടേഴ്സ് ഉണ്ടായിരുന്നു. അവർ CPR കൊടുത്ത് വെൻറ്റിലേറ്ററിലോട്ട് കയറ്റി. ഒന്നും ചെയ്യാനില്ല എന്നാണ് പറഞ്ഞത്. വെൻറ്റിലേറ്റർ മാറ്റിയ ആൾ മരിച്ചു പോകുമെന്ന് പറഞ്ഞു. അവിടെ നിന്ന് ഞാൻ തിരുവനന്തപുരം കിംസ് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. അവിടെയും ഡോക്ടർമാർ എടുക്കില്ല എന്നാണ് പറഞ്ഞത്. എന്നിട്ടും ഞാൻ എൻ്റെ വാശിയിൽ ഞാൻ അവിടെ തന്നെ കിടത്തി. 28 ദിവസം വെൻറ്റിലേറ്ററിലായിരുന്നു. 33 ദിവസം ആൻജിയോപ്ലാസ്റ്റി ചെയ്തേണ്ടി വന്നു. അറ്റാക്കും സ്ട്രോക്കും ഒരുമിച്ച് വന്നു. അപ്പോൾ ഡോക്ടർമാർക്കൊന്നും ചെയ്യാനില്ലെന്നാണ് പറഞ്ഞത്. അന്ന് തന്നെ ആൻജിയോപ്ലാസ്റ്റി ചെയ്തു. പക്ഷേ പുള്ളിക്ക് പിന്നെ ബ്ലീഡിങ് നിൽക്കാനുള്ള ഗുളിക കൊടുത്തപ്പോഴത്തേക്ക് ഭയങ്കര പ്രശ്നമായി. വെൻറ്റിലേറ്ററിലായി. പിന്നെ 28 ദിവസം വെൻറ്റിലേറ്ററിലായിരുന്നു. പിന്നെ അത് വെൻറ്റിലേറ്റർ മാറ്റി. പിന്നെ ഇവിടുന്ന് മാതാവിൻ്റെ തൈലവും ഉപ്പും എല്ലാം കൊണ്ടുവന്ന് ഞാൻ ICU കയറുമ്പോഴത്തേക്ക് പുള്ളിയുടെ വായിലും ഒക്കെ ഇട്ട് കൊടുക്കുമായിരുന്നു. തൈലം തേച്ച് നെറ്റിയിലൊക്കെ തേക്കുമായിരുന്നു. അങ്ങനെ 33 ദിവസം ICU കിടന്നു. പിന്നെ റൂമിലേക്ക് ഷിഫ്റ്റ് ചെയ്ത്. പക്ഷേ സംസാരിക്കത്തുമില്ല. ട്രക്യൂസ്റ്റമി ചെയ്ത് വെൻറ്റിലേറ്ററിൽ കിടന്ന് ഒരു 3-4 ദിവസം കഴിയുമ്പോഴത്തേക്ക് തന്നെ അവർ ട്രക്യൂസ്റ്റമി ചെയ്ത് അങ്ങനെ സംസാരശേഷി പോയി. അങ്ങനെ 28 ദിവസം കഴിഞ്ഞു. ട്രക്യൂസ്റ്റമി ക്ലോസ് ആയില്ല. 33 ദിവസം അവിടെ ICU കിടത്തിയിട്ട് പുറത്തോട്ട് ഷിഫ്റ്റ് ചെയ്ത്. പിന്നെ ടോട്ടൽ നമ്മൾ 58 ദിവസം കിംസ് ആശുപത്രി കിടന്നായിരുന്നു. അവിടുന്ന് ഡിസ്ചാർജ് ചെയ്യുമ്പോഴും നടക്കത്തുമില്ല. ബെഡഡ് പേഷ്യൻ്റായിട്ടാണ് ഇറങ്ങിയത്. സംസാരിക്കത്തുമില്ല. ട്രക്യൂസ്റ്റമി ചെയ്ത ഹോള് ഇങ്ങനെ കിടപ്പുണ്ടായിരുന്നു. സംസാരിക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു. അങ്ങനെ എൻ്റെ നാത്തൂൻ്റെ പുള്ളിക്കാരൻ്റെ ഹസ്ബൻഡിൻ്റെ പെങ്ങടെ മോളാണ് വന്ന് ഇവിടെ ഉടമ്പടി എടുത്ത് പ്രാർത്ഥിക്കുമായിരുന്നു. ഞങ്ങൾ കിംസിൽ കിടക്കുമ്പോൾ ഇവിടെ എല്ലാ മാസവും വന്ന് മാസത്തിൽ 2-3 പ്രാവശ്യം ഇവിടെ വന്ന് പ്രാർത്ഥിക്കുമായിരുന്നു ഞങ്ങൾക്ക് വേണ്ടി. അതിൻ്റെ ഫലമായി നമ്മൾക്ക് നന്നായി മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ട് നല്ല മാറ്റം വരുന്നു എന്ന് തന്നെ പറഞ്ഞു. അങ്ങനെ മരിച്ചു എന്ന് പറഞ്ഞ ആൾ ഞങ്ങൾക്ക് തിരിച്ചു കിട്ടി. പക്ഷേ ഇപ്പോഴും നന്നായി മാറ്റമുണ്ട്. സംസാരിക്കും. ഇപ്പം എണീറ്റ് നടക്കാറായി. പതുക്കെ നടക്കുന്നുണ്ട്. ഇത്രയും മാറ്റം തന്നത് മാതാവിൻ്റെ അനുഗ്രഹം കൊണ്ടാണ്. ഒത്തിരി നന്ദി മാതാവിന്. അതുപോലെ തന്നെ ഞാൻ ഉടമ്പടി വസ്തു ഉപയോഗിച്ചിട്ട് എൻ്റെ ഒരു കൊച്ചപ്പൻ്റെ മകൻ ഒരു അടുത്തുള്ള ഒരു വ്യക്തിയുമായിട്ടുള്ളൊരു വാക്ക് തർക്കത്തിൽ വയറിൽ കുത്തുകൊണ്ടിട്ട് വെൻറ്റിലേറ്ററിലായിരുന്നു. അതും വെൻറ്റിലേറ്ററിലായിട്ട് ക്രിട്ടിക്കൽ അവസ്ഥയിലാണ്. അപ്പം ആളിൻ്റെ കൊച്ചപ്പൻ്റെ പെൺമക്കൾ ഞങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു, അച്ചാച്ച ഓടി വരണേ, എൻ്റെ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് അച്ചാച്ചൻ്റെ കാര്യം ഭയങ്കര ക്രിട്ടിക്കലാണെന്ന് പറഞ്ഞു. അപ്പം ഞാനും ഹസ്ബൻഡും കൂടി കൊല്ലം മെഡിറ്ററേനിയൻ ഹോസ്പിറ്റലിലേക്ക് പോയി. അപ്പോൾ അവിടെ ചെന്നിട്ട് ICUവിൽ ഞാൻ കയറിയിട്ട് ഇവിടുത്തെ ഉടമ്പടി കാശ് രൂപം എടുത്ത് എൻ്റെ കൊച്ചപ്പൻ്റെ മകൻ്റെ നെറ്റിയിൽ വെച്ചിട്ട് ഞാൻ പ്രാർത്ഥിച്ചു, മാതാവേ ഈ മകനെ പൂർണ്ണ സൗഖ്യം നൽകി അങ്ങ് രക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിച്ചു.
പിറ്റേന്ന് രാവിലെ തന്നെ ICUവിൽ നിന്ന് ആ മകനെ പുറത്ത് വാർഡിലേക്ക് മാറ്റി. ഇന്നിപ്പോൾ സുഖമായിട്ടിരിക്കുന്നു. പിന്നെ അടുത്തത്, ഞാനിവിടെ 2018 ഉടമ്പടി എടുത്തത്. 2018 നവംബറിലാണ്. അപ്പം ഞാൻ ജനുവരിയിൽ ഞാൻ ഫെബ്രുവരിയിൽ ഉടമ്പടി പുതുക്കാനായിട്ട് വന്ന് പുതുക്കിയിട്ട് ഞാൻ തിരിച്ച് വീട്ടിൽ ചെന്നപ്പോൾ ട്രെയിനായിരുന്നു വരുന്നത്. വീട്ടിൽ ചെന്ന് അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞുണ്ട്, ഇളയ ആൾക്ക് അപ്പം 3 വയസ്സേ ഉള്ളൂ. അപ്പോൾ ഹസ്ബൻഡിനെ വീട്ടിലോട്ട് വിളിച്ചുകൊണ്ട് പോയി. അപ്പം ആളപ്പം അത്ര ചൂടായിരുന്നു, അപ്പോൾ വന്നില്ല. അപ്പോൾ പിന്നെ ഞാൻ ഓട്ടോയിൽ പോയി. വീട്ടിൽ ചെന്നപ്പോഴത്തേക്ക് ആൾ വീട്ടിൽ വന്നിട്ട് രാത്രിയിൽ പറഞ്ഞു, നീ ഇങ്ങനെ ആവശ്യമില്ല എപ്പോഴും എന്നെ ഇങ്ങനെ ഫോൺ വിളിച്ച് ശല്യം ചെയ്യാൻ, ഇതിന് ഇങ്ങനെ പോയി എന്നെ ബുദ്ധിമുട്ടിക്കാനാണെങ്കിൽ നീ ഇനി മേലെ ഇവിടുന്ന് ഇറങ്ങണ്ട, ഉടമ്പടിയോ ഒന്നും എടുക്കാൻ പോകണ്ടെന്ന് പറഞ്ഞ് എന്നെ വിലക്കി. അപ്പം ഞാൻ മനസ്സിൽ കരുതി, എൻ്റെ അമ്മ മാതാവ് എന്ന് എൻ്റെ ഹസ്ബൻഡ് എൻ്റെ കൂടെ ഈ മണ്ണിൽ വരുന്നു അന്നേ ഞാനിനി ഇവിടെ വരികയുള്ളൂ എന്ന്. അപ്പം ഞാൻ അവിടെ നിശ്ചയമായിട്ട് നിന്നു. അപ്പോൾ എനിക്ക് പിന്നെ ആയപ്പോഴേക്കും ശാരീരികമായ അസ്വസ്ഥതകൾ, തേയ്മാനം, അങ്ങനെ കുറേ വേദനകളും അസ്വസ്ഥതകളും രോഗങ്ങളും ഒക്കെ തന്നു തുടങ്ങി. എനിക്കൊരു ജോലി ചെയ്യാൻ വയ്യ വീട്ടിൽ. അപ്പോൾ ആൾ വന്ന് കയറുമ്പോൾ എല്ലാം ഞാൻ കിടന്ന് കരയുന്നതാണ് കാണുന്നത്. എനിക്കൊന്നും മുന്നോട്ട് ഓരോ ദിവസവും നീക്കാൻ വയ്യ. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് വന്ന് പറഞ്ഞ്, നീ നമുക്ക് 2 പേർ കൂടി മാതാവിൻ്റെ അടുത്ത് പോവാം. അപ്പോൾ എന്നോട് ഇങ്ങോട്ട് പറയിച്ച അവസ്ഥയിൽ അന്ന് തൊട്ട് ഇന്ന് വരെ ഇപ്പോൾ എല്ലാ മാസവും വന്ന് ഞങ്ങൾ ഉടമ്പടി എല്ലാ പ്രാവശ്യം വന്ന് പുതുക്കുന്നുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ വരുന്നത് എൻ്റെ ഹസ്ബൻഡാണ്. അപ്പോൾ ഇപ്പം ഈ അങ്കിളിൻ്റെ ഈ ഒരു അവസ്ഥയിൽ പോലും ഞങ്ങൾ 2 പേരും ബെൻസേർ ഹോസ്പിറ്റലിൽ നിന്ന് അതിരാവിലെ അങ്കിളുടെ ഹോസ്പിറ്റലിൽ കൊണ്ടുവന്ന ദിവസം രാവിലെ പോലും ഉടമ്പടി പുതുക്കാൻ്റെ ഒരു വസ്തുക്കളും ഞാൻ കൊണ്ടുപോയില്ല. പക്ഷേ അന്ന് വെളുപ്പിന് രാവിലെ ഞങ്ങൾ അവിടുത്തെ ഗ്രോട്ടോയിൽ പോയി നിന്ന് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുകയാണ് അങ്കിളിനെ കൊണ്ടുപോകുന്നതിന് മുന്നേ. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും കൂടി വന്നിരുന്നാണ് പ്രത്യക്ഷീകരണ പ്രാർത്ഥന ചൊല്ലുന്നത്. ഞങ്ങൾ ആ ഗ്രോട്ടോയിൽ മാതാവിൻ്റെ അടുത്ത് പോയി നിന്ന് പ്രാർത്ഥിക്കുകയാണ്. എൻ്റെ മനസ്സിൽ അപ്പോഴും പറയും, അങ്കിള് തിരിച്ചു വരും. ഞാൻ ഈ ആൻറ്റിയോട് എപ്പോഴും പറയും, ആൻറ്റി വിഷമിക്കരുത്, അങ്കിളിന് ഒന്നും പറ്റില്ല, അങ്കിള് തിരിച്ചു വരും എന്ന് ഞാൻ ഉറപ്പായി പറഞ്ഞു. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഹസ്ബൻഡും അന്ന് തൊട്ട് ഇന്ന് വരെയും മാതാവിൻ്റെ എന്ത് പ്രാർത്ഥന പിടിക്കാനായാലും ഇവിടെ വരുന്നതിനാലും കൊണ്ടുപോകുന്നതിനാലും എന്നെ ഇവിടെ കൊണ്ടുവന്ന് തിരിച്ച് ഞങ്ങൾ 2 പേരോടെയാണ് വീട്ടിൽ പോകുന്നത്. ചില ദിവസം ഞങ്ങൾ 3 മക്കളുമായിട്ടും വരും. അപ്പം എൻ്റെ വീട്ടിൽ കുർബാനയ്ക്ക് പോകാനായാലും എല്ലാ കാര്യത്തിലും പള്ളിയുമായിട്ട് അടുത്ത് നിൽക്കുന്നതിനാലും കുടുംബത്തിൽ ശാന്തി സമാധാനം ഒക്കെ കിട്ടി. ഞാൻ ഈ ഉടമ്പടി എടുത്തതിന് ശേഷം എൻ്റെ ഹസ്ബൻഡും എൻ്റെ മക്കളും ഞങ്ങളെല്ലാവരും ഒന്നിച്ചാണ് എല്ലാ പ്രാർത്ഥനകളും എല്ലാം ചെല്ലാറുണ്ട്. അതിനുശേഷം ഞങ്ങൾ 9 വർഷമായിട്ട് ഞങ്ങൾ വാടക വീട്ടിലാണ്. അപ്പോൾ ഈ ഒരു സാമ്പത്തികമായിട്ടുള്ള പ്രതിസന്ധികളാണ്. അപ്പോൾ അതെല്ലാം അമ്മ മാതാവ് നീക്കം ചെയ്തു. എനിക്കും എൻ്റെ അനിയനും അതേപോലെ തന്നെ വാടക വീട്ടിലാണ് താമസിച്ചത്. അപ്പോൾ കഴിഞ്ഞ 2 ആഴ്ച മുന്നേ അവർക്കും ഒരു വീട് ഒരുക്കി കൊടുത്തും അവരവിടെ താമസത്തിന് കയറി. അപ്പോൾ അടുത്ത മാസം 25-ാം തീയതി ഞങ്ങളുടെ വീടിൻ്റെ പാലുകാച്ച് കർമ്മം നടത്തുകയാണ്. അപ്പോൾ അതും മാതാവ് എനിക്ക് ഒരുക്കി തന്നു. പിന്നീട് എനിക്കിങ്ങനെ ഭയങ്കരമായ തലവേദനയായിരുന്നു. എപ്പോഴും ഇങ്ങനെ ഭയങ്കര തലവേദന വരുമായിരുന്നു. അതിലിങ്ങനെ കുനിയുമ്പോഴിങ്ങനെ മൂക്കിൽ നിന്ന് ഇങ്ങനെ വെള്ളം ഇങ്ങനെ ഒഴുകി വരും. അപ്പോൾ ഇങ്ങനെ ഒഴുകി വരുന്നത് എനിക്ക് അറിയാൻ പറ്റും. അപ്പോൾ ENT ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു, അത് തലച്ചോറിൽ നിന്നുള്ള വെള്ളമാണ്, അതങ്ങനെ പൊയ്ക്കൂടാന്ന് പറഞ്ഞു. അപ്പോൾ അതങ്ങനെ സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നെ തലമണ്ടയിൽ ഇങ്ങനെ വെള്ളം ഇങ്ങനെ കെട്ടി കിടക്കുന്ന അതിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ കുറേ മരുന്ന് കഴിച്ചു. എനിക്കിങ്ങനെ ഒത്തിരി സൗണ്ടൊന്നും കേൾക്കുമ്പോൾ ഒക്കെ ചെവിയൊക്കെ ഭയങ്കര വേദന എടുക്കും. അപ്പോൾ എനിക്ക് ഭയങ്കര അസ്വസ്ഥതയാണ്. ഇങ്ങനെ കുനിയുമ്പോഴേക്കും പോവുക, തലവേദനയും കൂടുക. അപ്പോൾ ഡോക്ടർ പറഞ്ഞു, കുനിഞ്ഞുള്ള ഒരു ജോലിയും ചെയ്യരുത്. പക്ഷേ എനിക്ക് ചെയ്യാതിരിക്കാൻ പറ്റില്ലല്ലോ. നമ്മളൊരു കുടുംബത്തിൽ കഴിയുമ്പോൾ നമുക്കങ്ങനെ ജോലികൾ ചെയ്യാതിരിക്കാൻ റെസ്റ്റ് എടുക്കാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ചെയ്തേ പറ്റൂ. മരുന്ന് കഴിക്കും, ജോലികളും ചെയ്യും. അങ്ങനെ ഞാനിവിടെ വന്ന് ഒരു 2 വർഷം മുന്നേ വന്ന് മാതാവിൻ്റെ മുന്നിൽ ഈ വിളക്കിൽ എണ്ണ തൊട്ട് നെറ്റിയിൽ തൊട്ടിട്ട് പറഞ്ഞ, അമ്മ മാതാവേ, എനിക്ക് എൻ്റെ ഈ തലവേദന അങ്ങനെ മാറ്റിത്തരണം. കാരണം ഡോക്ടർ പറഞ്ഞത് ഇത് തലച്ചോറിൽ എവിടെ നിന്നാണ് വരുന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട്, ഏത് ഭാഗത്തു നിന്നാണെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഒരു സ്കാനിങ് ഉണ്ട്. അത് ഇവിടെ ഇല്ല, തിരുവനന്തപുരത്ത് അമൃത ഹോസ്പിറ്റലിൽ. അത് ഇച്ചിരി എക്സ്പെൻസീവാണ്. 3 ദിവസമൊക്കെ അഡ്മിറ്റ് ചെയ്ത് കിടന്ന് ഇതിന് ശേഷമേ അറിയാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഏത് ഭാഗത്തു നിന്നാണ് വരുന്നതെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അത് ചെയ്തില്ലെങ്കിൽ മെലിഞ്ചൈറ്റിസ് എന്ന രോഗം ഉണ്ടാവാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അത് ടെസ്റ്റ് ചെയ്യേണ്ടി വരുമെന്ന് പറഞ്ഞു, ഇനി ഇങ്ങനെ പൊയ്ക്കൊണ്ടിരുന്നാൽ. അപ്പം ഞാൻ അമ്മയോട് വന്ന് കരഞ്ഞു പറഞ്ഞു, എനിക്ക് ഇനി ഒരു ചികിത്സയ്ക്കോ കാര്യത്തിനൊന്നും പോകാൻ എൻ്റെ കുഞ്ഞുങ്ങളെ നോക്കാനോ ആരുമില്ല. എനിക്കൊരു വലിയ ഒരു അസുഖത്തിലേക്കൊന്നും എന്നെ അമ്മ തള്ളിവിടരുത്. എൻ്റെ അമ്മയെ എന്നെ അതിൽ നിന്ന് മോചിപ്പിക്കണേ എന്ന് പറഞ്ഞ് ഞാനിവിടെ വന്ന് എണ്ണയെടുത്ത് നെറ്റിയിൽ കുരിശിട്ട് പ്രാർത്ഥിച്ച് ഈ വിളക്കിൽ നിന്ന് എണ്ണയിട്ടു. അതിനുശേഷം ഇതുവരെ എനിക്ക് ആ തലമണ്ടയിൽ നിന്ന് ആ വെള്ളം വിരക്കവും നിന്ന് എൻ്റെ തലവേദനയും മാറിക്കിട്ടി. എനിക്ക് ഇത്രയധികം അനുഗ്രഹങ്ങൾ തന്നെ എൻ്റെ അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. വ്യക്തിപരമായിട്ട് എനിക്ക് ഒത്തിരിയേറെ മാതാവുമായിട്ടും ഈശോയായിട്ടും അടുക്കാൻ പറ്റി, ഒത്തിരിയേറെ പ്രാർത്ഥിക്കാൻ പറ്റി.
പിന്നെ കാരുണ്യ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ ഇപ്പോൾ ഈ ഡയാലിസിസ് ചെയ്ത് സാമ്പത്തികമായിട്ടൊക്കെ നമ്മളും അധികം സാമ്പത്തികമൊന്നുമില്ല, ഒത്തിരി ബുദ്ധിമുട്ടുന്നവർക്കും അവരുടെയൊക്കെ വീടുകളിലേക്കുള്ള ഭക്ഷണത്തിനുള്ള സാധനങ്ങളൊക്കെ കുറേയൊക്കെ വാങ്ങിച്ചു കൊടുക്കാൻ തുടങ്ങി നമ്മുടെ അടുത്തുള്ളവർക്ക്. പിന്നീട് പിന്നെ വൃദ്ധസദനത്തിലേക്കുള്ള സാധനങ്ങൾ മറ്റുള്ള ഞങ്ങൾ കുറച്ച് പേര് ചേർന്ന് കുറേ സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കൊടുക്കാറുണ്ട്. പിന്നെ ആർക്കെങ്കിലും എന്തെങ്കിലുമൊക്കെ സഹായം, ചികിത്സാ സഹായങ്ങൾ തന്നെ ചോദിക്കുമ്പോൾ നമ്മളാൽ കഴിയുന്ന രീതിയിൽ ചെയ്ത് സഹായിക്കാറുണ്ട്. പിന്നെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലായിടും പത്രം കൊടുക്കാറുണ്ട്. പിന്നെ യൂട്യൂബിലെ സാക്ഷ്യങ്ങളൊക്കെ ഷെയർ ചെയ്യാറുണ്ട്. പിന്നെ എൻ്റെ അടുത്ത് വന്ന് വിഷമം പറയുന്ന എല്ലാവർക്കും ഞാൻ മാതാവിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുകയും മാതാവിൻ്റെ അടുത്ത് വന്ന് ഉടമ്പടി എടുക്കണമെന്ന് മാതാവിനോട് ഞാൻ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും എല്ലാം ചെയ്യാറുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും തന്നെ എൻ്റെ അമ്മ മാതാവിന് 1000 നന്ദി.